CPM വിമതൻ TK ഗോവിന്ദനെ പിന്തുണയ്ക്കുന്നതിനെ ചൊല്ലി തളിപ്പറമ്പ് കോൺഗ്രസിൽ കലാപം. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി KPCC അംഗം കൊയ്യം ജനാർദ്ദനൻ പത്രിക സമർപ്പിച്ചു. ഗോവിന്ദന്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കില്ലെന്ന് ചൂണ്ടിക്കാണിച്ചു യൂത്ത് കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട്. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കില്ലെന്ന് TK ഗോവിന്ദൻ പറഞ്ഞു. ബിജീഷ് ഗോവിന്ദൻ കണ്ണൂരിൽ നിന്ന് തത്സമയം വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ബിജീഷ്, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. കൊയ്യം ജനാർദ്ദനൻ പത്രിക സമർപ്പിക്കുമെന്ന് ഇന്നലെ തന്നെ പറഞ്ഞതാണ്. ഇന്നാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ എല്ലാവരുടെയും പിന്തുണ അദ്ദേഹത്തിന് പോകാനുള്ള ഒരു സാഹചര്യവും നിലവിലുണ്ട്. TK ഗോവിന്ദൻ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കില്ല എന്ന് പറഞ്ഞതും തലവേദന തന്നെയാകും അവിടെ കോൺഗ്രസിന്. തീർച്ചയായും UDF-ൽ തളിപ്പറമ്പ് മണ്ഡലത്തിൽ വലിയ തരത്തിലുള്ള ഒരു ആശങ്ക പടർത്തുന്ന കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം CPM-ലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള TK ഗോവിന്ദൻ പാർട്ടി വിട്ട് പുറത്തു വരുന്ന ഘട്ടത്തിൽ UDF-ന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം മണ്ഡലത്തിൽ PK ശ്യാമളയ്ക്കെതിരെ CPM-ന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്ന PK ശ്യാമളയ്ക്കെതിരെ പൊതുവെ ഉയർന്നിരുന്ന ഒരു വികാരം TK ഗോവിന്ദന്റെ പുറത്തുവരവ് കൂടി വലിയ തരത്തിൽ പ്രതിഫലിക്കുമെന്നുള്ളതായിരുന്നു UDF കണക്കുകൂട്ടിയിരുന്നത്. സ്വന്തം സ്ഥാനാർത്ഥിയെ കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചിരുന്നെങ്കിൽ ആ വോട്ടിന്റെ ഒരു ഗുണം കൂടി UDF-ന് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ UDF നേരെ തിരിച്ച് കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അതായത് UDF-ന്റെ സ്ഥാനാർത്ഥിയായി എത്തുമെന്ന് കരുതിയിരുന്ന അബ്ദുൾ റഷീദിനെ ധർമ്മടത്തേക്ക് മാറ്റി പകരം CPM വിട്ടിറങ്ങിയ TK ഗോവിന്ദനെ അവിടെ പിന്തുണക്കാനുള്ള തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്തു. ഇതാണ് വലിയ തരത്തിൽ പ്രതിഷേധ മണികൾക്കിടയിൽ ഉണ്ടാക്കിയത്. തളിപ്പറമ്പ് മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് മലപ്പട്ടം, അതുപോലെ തന്നെ മയ്യിൽ, അതുപോലെ തന്നെ തളിപ്പറമ്പ് ഉൾപ്പെടുന്ന മേഖലകളിൽ നിന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് TK ഗോവിന്ദന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. പ്രാദേശിക പ്രവർത്തകർ വോട്ട് പിടുത്തം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങില്ല എന്ന് കൃത്യമായി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇന്നലെ കുറുമാത്തൂർ മേഖലയിൽ നിന്നുള്ള കുറച്ച് പ്രവർത്തകർ KPCC പ്രസിഡന്റിനെ നേരിൽ കണ്ടും തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചിരുന്നു. ഈ ഘട്ടത്തിലൊന്നും ഇനിയൊരു ഇടപെടൽ സാധ്യമല്ല എന്നുള്ളതാണ് നേതൃത്വം അണികളെ, അതുപോലെ തന്നെ പ്രാദേശിക നേതാക്കന്മാരെ അറിയിച്ചിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഉച്ചയോടുകൂടി KPCC അംഗം കൊയ്യം ജനാർദ്ദനൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന കാര്യം ഒരു തരത്തിലും ഇതേ സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒന്നുകിൽ TK ഗോവിന്ദൻ സ്ഥാനാർത്ഥിയാകുകയാണെങ്കിൽ അത് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സമീപനത്തിലേക്ക് വരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ തന്റെ സ്ഥാനാർത്ഥിത്വം താൻ പിൻവലിക്കുകയുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. പക്ഷേ TK ഗോവിന്ദനും ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. TK ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് താൻ ഒരിക്കലും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ ഒരു തീരുമാനം തന്റെ ഭാഗത്തുണ്ടാകില്ല എന്ന് പറയുന്നു. TK ഗോവിന്ദൻ ഇന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി നേരിൽ കണ്ടിരുന്നു. ഒപ്പം തന്നെ മറ്റു ചില നീക്കുപോക്കുകളും ഒക്കെ ഇപ്പോൾ TK ഗോവിന്ദന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ സമവായത്തിലെത്തി കൊയ്യം ജനാർദ്ദന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള നീക്കത്തിലേക്കാണ് TK ഗോവിന്ദൻ ശ്രദ്ധിക്കുന്നത്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അതിനിടയിലാണ് യൂത്ത് കോൺഗ്രസും വിമത ശബ്ദമുയർത്തി രംഗത്തെത്തുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാവ് വിജിൽ മോഹൻ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ വിജിൽ KC വേണുഗോപാലിനും അതുപോലെ തന്നെ സണ്ണി ജോസഫിനും കത്തയച്ചിരിക്കുന്നു. TK ഗോവിന്ദനെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ഒഴിവാക്കണം, ഇല്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് പോകുമെന്നുള്ളതാണ് അവരെ അറിയിക്കുന്നത്. ഇപ്പോൾ കൊയ്യം ജനാർദ്ദനെ പിന്തുണക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ ചിന്തകൾ പോകുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ടോ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും? നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് കൊയ്യം ജനാർദ്ദനെ പലതരത്തിലും ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ ഇതുവരെ കൊയ്യം ജനാർദ്ദൻ ഇതിനകത്ത് വഴങ്ങുന്നില്ല. അദ്ദേഹം കൃത്യമായി പറയുന്നത് തളിപ്പറമ്പ് പോലൊരു മണ്ഡലത്തിൽ ഇത്തവണ UDF-ന് അനുകൂലമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാതെയാണ് നേതൃത്വം TK ഗോവിന്ദനെ പിന്തുണക്കാനുള്ള തീരുമാനമെടുത്തത്. ഇനി ഈ ഘട്ടത്തിൽ TK ഗോവിന്ദനെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാനുള്ള അവസരമൊരുക്കണം. പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് TK ഗോവിന്ദൻ എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുകയാണെങ്കിൽ തന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുക, ഇല്ലെങ്കിൽ താൻ കോൺഗ്രസുകാരുടെ സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ UDF-ന് തളിപ്പറമ്പിൽ ഉണ്ടാകുമായിരുന്ന ഒരു മുൻതൂക്കം അത് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആ ഒരു ഫോർമുല TK ഗോവിന്ദൻ അംഗീകരിക്കാനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ്? കാരണം കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കില്ല, UDF സ്വതന്ത്രനായി മത്സരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കണമെന്നൊരാവശ്യം ഇനി അംഗീകരിക്കാനുള്ള ഒരു സാധ്യത എങ്ങനെയാണ്? അതിന്റെ അകത്ത് കൃത്യമായിട്ട് TK ഗോവിന്ദൻ ഇന്ന് മാധ്യമങ്ങളെടുത്ത് പറഞ്ഞ കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ താനില്ല എന്നുള്ളത് KPCC പ്രസിഡന്റിനെ കണ്ട ശേഷമാണ് TK ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ഏതെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിനകത്ത് വ്യക്തതയില്ല. ഏതായാലും നീക്കങ്ങൾ നടക്കുന്നുണ്ടാകും. കാരണം TK ഗോവിന്ദനെ സ്ഥാനാർത്ഥിയായി നിർത്താനുള്ള തീരുമാനം ദേശീയ തലത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇനി ഏതെങ്കിലും തരത്തിൽ TK ഗോവിന്ദനെ സമ്മർദ്ദത്തിലാക്കി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കണമെന്നുള്ള തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയണം. ഏതായാലും CPM-നെ നന്നാക്കാനാണ് താൻ
മത്സരരംഗത്ത് ഇറങ്ങുന്നു എന്ന് പറയുന്ന ടി കെ ഗോവിന്ദൻ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടി വരും.